ഹായ് കൂട്ടുകാരെ, ഇന്ന് എല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ? കഥയുടെ പേരാണ് കോഴിക്കുഞ്ഞും താറാക്കുഞ്ഞും. കഥയിലേക്ക് പോകാം. ഒരു ദിവസം കാട്ടിൽ പുല്ലുകൾക്കിടയിൽ 2 മുട്ട കിടന്നു. ഒരു മുട്ട വിരിഞ്ഞു. അത് ആരുടേതായിരുന്നു? ഒരു താറാക്കുഞ്ഞ്. താറാക്കുഞ്ഞ് മുട്ട വിരിഞ്ഞു പുറത്തു വന്ന് ഇങ്ങനെ പറഞ്ഞു: മുട്ട വിരിഞ്ഞു ഞാൻ പുറത്തു വന്നേ. ഈ ശബ്ദം കേട്ട് എതിർവശേ കിടന്ന മറ്റേ മുട്ട അനങ്ങി. അതാരായിരുന്നു? ഒരു കോഴിക്കുഞ്ഞ്. ഞാനും മുട്ട വിരിഞ്ഞു പുറത്തു വന്നേ, അത് പറഞ്ഞു. താറാവ് പതിയെ എണീറ്റ് നടക്കാൻ പോയി. ഞാൻ നടക്കാൻ പോവുകയാണ്, താറാക്കുഞ്ഞു പറഞ്ഞു. ഞാനും, കോഴിക്കുഞ്ഞു പറഞ്ഞു. കോഴിക്കുഞ്ഞും താറാക്കുഞ്ഞും അങ്ങനെ നടന്നു. നടന്ന വഴിയിൽ അവർ ഇളക്കമുള്ള കുറച്ച് മണ്ണ് കണ്ടു. താറാക്കുഞ്ഞ് അത് കൊത്തിപ്പെറുക്കി. ഞാൻ മണ്ണ് കുഴിക്കുകയാണ്, താറാക്കുഞ്ഞു പറഞ്ഞു. ഞാനും, കോഴിക്കുഞ്ഞു പറഞ്ഞു. അപ്പോഴോ താറാക്കുഞ്ഞിനൊരു പുഴുവിനെ കിട്ടി. എനിക്കൊരു പുഴുവിനെ കിട്ടി, താറാക്കുഞ്ഞു പറഞ്ഞു. എനിക്കും, കോഴിക്കുഞ്ഞു പറഞ്ഞു. നോക്കിക്കേ, ഒരു ചിത്രശലഭം. എനിക്കൊരു ചിത്രശലഭത്തെ കിട്ടി, താറാക്കുഞ്ഞു പറഞ്ഞു. നോക്കിയപ്പോഴതാ ഭംഗിയുള്ള ഒരു ചിത്രശലഭം. താറാക്കുഞ്ഞ് ഓടിച്ചെന്ന ചിത്രശലഭത്തെ പിടിച്ചു. മറ്റേ അറ്റത്ത് ആര് പിടിച്ചു? കോഴിക്കുഞ്ഞു. ഞാനും പിടിച്ചു, കോഴിക്കുഞ്ഞു പറഞ്ഞു. പിന്നെയും അവർ നടന്നപ്പോഴോ അവിടെ ഒരു കുളം. ഞാൻ നീന്താൻ പോവുകയാണ്, താറാക്കുഞ്ഞു പറഞ്ഞു. കോഴിക്കുഞ്ഞും വിട്ടുകൊടുത്തില്ല. അവളും പറഞ്ഞു, ഞാനും നീന്തും. കോഴിക്കുഞ്ഞ് പറഞ്ഞു, നോക്ക്, ഞാൻ നീന്തുകയാണ്, താറാക്കുഞ്ഞു പറഞ്ഞു. ഞാനും, കോഴിക്കുഞ്ഞു പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് പേടിച്ചാണെങ്കിലും കോഴിക്കുഞ്ഞ് കുളത്തിലേക്ക് ഒറ്റച്ചാട്ടം. അവൾക്ക് നീന്താൻ അറിയാമോ? ഇല്ല. താറാവിനെ പോലെ നീന്താൻ ശ്രമിച്ച കോഴിക്കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങിപ്പോയി. അയ്യോ പാവം കോഴിക്കുഞ്ഞ്. താറാവ് നീന്തി വന്ന് അവളെ രക്ഷിച്ചു. കുളത്തിൽ നിന്നും പിടിച്ചു കയറ്റി. ഞാൻ ഇനിയും നീന്താൻ പോവുകയാണ്, താറാക്കുഞ്ഞ് കോഴിക്കുഞ്ഞിനോട് പറഞ്ഞു. സങ്കടത്തോടെ കോഴിക്കുഞ്ഞു പറഞ്ഞു, ഞാനില്ല, നീ പൊക്കോളൂ, എനിക്ക് നീന്താൻ അറിയില്ല, കോഴിക്കുഞ്ഞു പറഞ്ഞു. കണ്ടോ, താറാക്കുഞ്ഞിനെ പോലെ എല്ലാം ചെയ്യാൻ ശ്രമിച്ച കോഴിക്കുഞ്ഞിന്റെ അവസ്ഥ കണ്ടോ? അവൾ മുങ്ങിപ്പോയില്ലേ? നമ്മൾ കൂട്ടുകാരെ എങ്ങനെ വേണം? എല്ലാവർക്കും ഓരോരോ കഴിവാണല്ലേ? അപ്പോൾ മറ്റൊരാൾ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവ് കണ്ടെത്തി അത് വളർത്തുവാൻ ശ്രമിക്കണം, അല്ലേ?